സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതരം ഭ്രാന്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു പിരാന്തിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പിരാന്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുറ്റത്ത് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു തരം പിരാന്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ പിരാന്ത് ഉണ്ടാകട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശേഷ ദിവസങ്ങൾ, അതായത് നമ്മുടെ ജന്മദിനം അല്ലെങ്കിൽ മക്കളുടെ ജന്മദിനം, അതല്ലെങ്കിൽ നമ്മുടെ വിവാഹ വാർഷിക ദിനം, ഇതൊക്കെ ആഘോഷിക്കാറോ അല്ലെങ്കിൽ ആചരിക്കാറോ ഉണ്ട്. അത് ആചരിക്കുന്നവർ പലരും കേക്ക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ അന്നദാനം നടത്തിയോ അതല്ലെങ്കിൽ രക്തദാനം നടത്തിയോ ഇങ്ങനെയൊക്കെയാണ് ആചരിക്കാറ്. അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ മുറ്റത്ത് ഒരു ഫലവൃക്ഷത്തായി നട്ടു കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന പോലെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്ത് നിന്ന് തന്നെ ആവശ്യമായ ഒരുപാട് ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ, ഫ്രൂട്ട്സ് പറിക്കാൻ സാധിക്കും. ആ ഒരു വിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണാനും അതേപോലെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. മൈ ബർത്ത്ഡേ ആൻഡ് എർത്ത് ഡേ എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഇതാണ് വീട്ടിലേക്കുള്ള വഴി. ഇതിൽ ആദ്യം കാണുന്നത് തന്നെ ഈ ഒരു മാവ്. ഈ മാവ് നാടൻ മാവാണ്. ഇത് ഞാൻ കുഴിച്ചിട്ടതല്ല, ഫാദർ കുഴിച്ചിട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷി കൊണ്ടിട്ട വിത്തുനിന്ന് മുളച്ചതോ ആണ്. അപ്പോൾ ഇതിൽ കൊല്ലം നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് തുടക്കം. വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. വഴിയിലെ മറ്റൊരു മരം 2021 എൻ്റെ ഏറ്റവും ചെറിയ മോൻ്റെ 6ാം ജന്മദിനത്തിന് നട്ടതാണ്. 2024 മുതൽ തന്നെ ഇതിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൂട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് ഇത് സീതപ്പഴം വലിയ മരമായി. 3ാമത്തെ മകളുടെ 2ാം ജന്മദിനത്തിൽ നട്ടതാണ്. കുരുമുളപ്പിച്ച്, അതായത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു സീതപ്പഴത്തിൻ്റെ കുരുമുളപ്പിച്ചാണ് ഇത് നട്ടത്, തൈ ഉണ്ടാക്കിയത്. ഇതിൽ നിന്ന് 5ാം വർഷം മുതൽ തന്നെ കായ ലഭിക്കുന്നുണ്ടായി. ഈ വർഷവും കായ ലഭിച്ചു. സീതപ്പഴത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മരമാണ് ഈ കാണുന്നത്. ഒരു നാടൻ മാവ് തന്നെയാണ്. ഇപ്പോൾ ഇത് പോസ്റ്റിൻ്റെ അത്ര ഉയരത്ത് പോയിട്ടുണ്ട്. നേരത്തെ അവിടെ ഒരു പ്ലാവും അതുപോലെ ഒരു ഇലഞ്ഞിമരം ഉണ്ടായിരുന്നു, അതിൻ്റെ തണലിലായിരുന്നു. ഇപ്പോഴാണത് ഒന്ന് റെഡിയായി വരുന്നത്. അത് രണ്ടും പോയപ്പോൾ. അപ്പോൾ ഇത് വയനാട്ടിൽ 5 കൊല്ലം നിന്നതിൻ്റെ ഓർമ്മക്കായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു തൈയാണ്. ഇത് വീടിനോട് തന്നെ ചേർന്നുള്ള ഒരു സാലൻ മാവ്. കഴിഞ്ഞ വർഷം 2-3 കായ ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. ഇത്തവണ മാങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കോളേജിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനിടയിൽ ഒരാൾ എക്സ്ചേഞ്ച് തന്നതാണ്. അതായത് ഇവിടുന്ന് കുറച്ച് പ്ലാവിൻ്റെ തൈ കൊണ്ടുപോയി അവിടെ വെക്കുകയായിരുന്നു. അപ്പോൾ അവരടുത്ത് ഇങ്ങനെ ഒരു മാവിൻ്റെ തൈകളുണ്ട്, അത് കൊണ്ടുവന്നാൽ പ്ലാവിൻ്റെ തൈ തിരിച്ചു തരുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ മാവൻ തൈ ഇവിടെ വന്നത്. ഏകദേശം ഇപ്പോൾ 10 വർഷം പ്രായമായിട്ടുണ്ടാവും. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ വീട് വെച്ച ഉടനെ തന്നെ വച്ചിരുന്ന സപ്പോട്ടയാണ്. സപ്പോട്ട കുറേ ഉണ്ടായിട്ടുണ്ട്. വർഷവും ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. വവ്വാലാണ് ഇതിൻ്റെ പ്രധാന പ്രായോജകൻ. സപ്പോട്ട മരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ഇതിന് പറയാം, നമ്മളെ ചെറുനാരകം ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഇവിടെ വെറുതെ ഉണ്ടായ മരമാണ്. അതും ഇങ്ങനെ ഉയരത്തിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ചാമ്പക്ക, ചുവന്ന ചാമ്പക്കയാണ്. ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നു. നിറയെ കായ ഉണ്ടാവാറുണ്ട്.
ഇതാണ് വീട്ടുവളപ്പിലെ മറ്റൊരു മരം. ഉയരധികമൊന്നുമില്ല. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ്. റെഡ് ലേഡി തൈകളും അതേപോലെ ഗ്രാഫ്റ്റഡ് തൈകളും ഉണ്ടായിരുന്നു അന്ന്. ഇത് ഏതായിട്ടെന്നുള്ളത് എനിക്കറിയില്ല. ഉയരം തീരെയില്ല. ഈ തൈ ഉണങ്ങിപ്പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കുഴിച്ചിട്ട് നനച്ച് വളർത്തിയതിന് 2 പപ്പായ അതിമുണ്ടായിരുന്നു. പപ്പായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്ങളിലൊന്നാണ്. വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോൾ ആദ്യത്തെ വീട്ടുമുറ്റത്തിനുള്ള മരമാണത്. ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്. വീട് പണിക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും വണ്ണം വെച്ചിട്ടുണ്ട്. ഈ മരം എന്ന് പറയുന്നത് റോസാപ്പിൾ എന്നാണ് ഞങ്ങൾ പറയുക. പനിനീർ ചാമ്പ എന്ന് പലരും പറയുന്നു. ഒരു തരം കായ, ഇതേപോലൊരു കായാണ് ഉണ്ടാവാറ്. ഇത് ഒന്നും കൂടി മഞ്ഞ കളറാവും. മഞ്ഞ കളറായി കഴിഞ്ഞാൽ അത് ഈ പ്രായത്തിൽ തന്നെ വേണമെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ളതാണ്. ഒരു ഇളം എന്താണ് ഉണ്ടാവുക, അതായത് ഒരു ചെറിയൊരു മധുരം, ഇളം മധുരം, ഉള്ളിലൊരു കുരു ഉണ്ടാവും. ഇതൊക്കെ ഒന്നും കൂടി മഞ്ഞയാവും. അതിൻ്റെ മുമ്പ് തന്നെ മിക്കവാറും വവ്വാൽ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആ മരമാണ് ഇത്. അതായത് പനിനീർ ചാമ്പ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന റോസാപ്പിൾ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊന്ന്, ഇതും ഏതോ ഒരു പക്ഷി കൊണ്ടിട്ട വിത്താണ്. ഇത് നമ്മളെ ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയും. അതായത് മാതോളി നാരങ്ങ നിന്ന് വലിയ നാരങ്ങ. സാധാരണ ഓരോന്ന് വിധമാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ ഇതിലും ഒരു കൊലയിൽ 3 ഇവിടെ ഉണ്ട്. വേറൊരു കൊലയിൽ അവിടെ 2 ഉണ്ട്. വേറെ കുറേ എണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ വലിയ നാരങ്ങ, ഉള്ളിൽ വലിയ അല്ലിയുള്ള, ചുവപ്പ് അല്ലിയുള്ള നാരങ്ങ. ഇതും ഇവിടെ ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ വേറൊരു മരം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഒരു മുട്ടപ്പഴം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവിടെ സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് അതിനെ വെട്ടി മാറ്റിയാണ്. അപ്പോഴാണ് ഇതൊന്ന് ഉഷാറായിട്ട് ഇപ്പോൾ കൂടുതൽ കായ ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ ഭാഗത്ത് വീണ്ടും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാണാം ചെറിയ നാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ നാരങ്ങ അല്ല, അത് ഉണ്ടാകാൻ തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ചെറുതായത്. അപ്പോൾ ആ മരമാണ് ഈ കാണുന്നത്. അപ്പം ഇത് രണ്ടും വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. നേരെ മുറ്റത്ത് തന്നെയാണ് ഈ മരങ്ങളുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിരുന്ന പപ്പായ ഉള്ളത്. പപ്പായൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് ജഹാംഗീർ എന്ന് പറയുന്ന ഒരു മാവ് ഐറ്റമാണ്. മോളെ കല്യാണം കഴിഞ്ഞ് മരുവൻ ആദ്യമായിട്ട് ഇവിടെ വീട്ടിൽ വന്ന ദിവസം അവർ 2 പേരും കൂടി വെച്ച മരമാണിത്. ജഹാംഗീർ എന്ന മാവ് ഐറ്റം. വീട്ടുമുറ്റത്തിനുള്ള മറ്റൊരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് കുരുമുളക് വള്ളി പടർത്തി അതിൻ്റെ ഉള്ളിലൊരു മാവാണുള്ളത്. അത് ഞങ്ങൾ മൂവാണ്ടൻ എന്ന് പറയാറുണ്ട്. ചെറുപ്പം മുതലേ മൂവാണ്ടൻ എന്നാണ് ഇതിന് ഞാൻ പറയുന്ന പേര്. കുറുക്കൻ മാങ്ങ എന്നാണ് വാപ്പാൻ്റെ നാട്ടിൽ ഇതിൻ്റെ പേര്. ഞങ്ങളുടെ പറമ്പിൽ മാത്രമേ ഈ ഒരു മാവുള്ളൂ. അത് അവിടെ നിന്ന് പേരാമ്പ്രയിൽ നിന്ന് ചടന്ന് കൊണ്ടുവന്ന ഒരു നാടൻ മാവ് ആയിട്ടാണ്. ഇതിലും സാധാരണ എല്ലാ വർഷവും നന്നായിട്ട് കായ ഉണ്ടാവാറുണ്ട്. ഇക്കൊല്ലം ഞാൻ കുറേ കൊമ്പ് വെട്ടിയതുകൊണ്ട്, വീട്ടിലേക്കുള്ള ഭാഗത്തുള്ള കുറേ കൊമ്പുകൾ വെട്ടിയതുകൊണ്ട് ഇതിന് ഇപ്പോൾ കുറച്ച് മാങ്ങ എളുപ്പമുണ്ട്. ഇതിന് മുകളിലെ ഭാഗങ്ങളിലൊക്കെ മാങ്ങ ഉണ്ടാകും. നിർത്തിയ കൊമ്പിൽ മാത്രം മാങ്ങ നിറയെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 500ഓളം മാങ്ങകൾ ഈ ഒറ്റ മാവ് വന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂവാണ്ടൻ എന്ന് ഞങ്ങൾ പറയുന്നു. അതേസമയം മറ്റുള്ള നാടുകളിൽ എന്താണ് ഇതിൻ്റെ പേരെന്നറിയില്ല. അങ്ങനെയുള്ളൊരു മാവാണ്. ഒരു ഭാഗത്ത് പൂവെപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഉണ്ണിമാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയ മുന്തിരിവള്ളി 2019 വിവാഹ വാർഷികത്തിന് വെച്ചതാണ്. 2021-22 ഇതിൽ മുന്തിരി ഉണ്ടാകാൻ തുടങ്ങി. ഇപ്രാവശ്യം ധാരാളം മുന്തിരി ഇതിമലുണ്ട്. പഴുത്ത് കൊലയായിട്ട് തന്നെ ഇത്തവണ കിട്ടി. സാധാരണ അങ്ങനെയും കിട്ടാറില്ല. ഇത്തവണ
പഴുത്ത കൊലകളായിട്ട് തന്നെ ഇതിൽ ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഇതും വവ്വാലും അതേപോലെ കാക്കയൊക്കെയാണ് ഇത് കൊണ്ടുപോകാറ്. ഇത്തവണ ഏതായാലും കുറേ എണ്ണം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലുതായിട്ട് തന്നെ ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറിൽ അത് ഈ പച്ച കളറിലുള്ള മാറിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്ന ഇത് കാണാം. ഇവിടെയൊക്കെ ഉണ്ട്. വിവാഹവാർഷികമാണ്, 2019 വിവാഹവാർഷികം. ഞാനിവിടെ വീട് എടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് മുഴുവൻ കുറ്റ്യാടി തെങ്ങിൻ്റെ തൈകളുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് റോട്ടിൽ നിന്ന്, അതായത് 150 മീറ്റർ താഴെയാണ് മെയിൻ റോഡ്. ആ മെയിൻ റോഡിൽ അവിടെയാണ് പൈപ്പ് ഉണ്ടായിരുന്നത്, പബ്ലിക് ടാപ്പ് ഉണ്ടായിരുന്നത്. ആ പബ്ലിക് ടാപ്പിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊണ്ടുവന്ന് നനച്ച് വളർത്തിയ കുറേ തെങ്ങുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ വീട് പണിയോടനുബന്ധിച്ച് അവയൊക്കെ മുറിച്ച് മാറ്റേണ്ടി വന്ന്. ഇപ്പോൾ വളപ്പിൽ ആകെയുള്ള ഒരു തെങ്ങ് ഇതാണ്. ഇത് 5 വർഷമായി നട്ടിട്ട്. ഇപ്പോഴാണൊന്ന് കഴിഞ്ഞ വർഷം മുതൽ നന്നായിട്ട് വളരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കും വളരെ മാരകമായിട്ടുള്ള ഇതിൻ്റെ ആക്രമണം, ചെല്ലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. സൈഡിൽ കാണാം ഒരു ഇത് പോയത്. അപ്പോൾ അതിന് കൃഷിഭവൻ എന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. കൃഷിഭവൻ തന്നെ തന്ന തൈയാണ്. ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഈ വർഷത്തെ താരം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന വിയറ്റ്നാം ഏളി. 2019 എൻ്റെ വിവാഹ വാർഷികം. അതിന് ഞാനും വൈഫും കൂടി വെച്ച തൈയാണിത്. 2022 മുതൽ തന്നെ അതിൽ ചക്ക പൊട്ടാൻ തുടങ്ങി. അപ്പോൾ 2019 വാർഷികത്തിന് 2020 ജനുവരിയിൽ ഫെബ്രുവരിയിൽ എങ്ങനെ വെക്കുന്ന 2022 തന്നെ ഇതിൽ ചക്ക പൊട്ടാൻ തുടങ്ങി. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടായത്. 47 ചക്ക ഞാൻ പറിച്ചു. 48ാമത്തെ ചക്ക അതിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും അടുത്ത സീസണിലേക്കുള്ള ചക്ക ഉണ്ടായി വരുന്നുണ്ട്. മുകളിൽ കാണാം ചക്ക പൊട്ടി വരുന്നതും. അതുപോലെ പുതിയൊരു ചക്ക, പുതിയ സീസണത്തെ ചക്കയാണ് ഈ ഉണ്ടായി വരുന്നത്. അപ്പോൾ ആൾ സീസൺ പ്ലാവാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഏതായാലും വിയറ്റ്നാം ഏളി ആണ് ഈ പ്ലാവ്. അധിക കാലം ഇതിൽ നിന്ന് ചക്ക കിട്ടും എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ചക്ക കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടാൻ സാധ്യതകളുള്ള ഒരു ഐറ്റമാണ് വിയറ്റ്നാം ഏളി എന്ന് പറയുന്നത്. കൃഷിഭവൻ തന്നെ കിട്ടിയ മറ്റൊരു ഐറ്റമാണിത്. സീഡ്ലെസ് ലെമണാണ്. ഇതും 3 വർഷം കഴിഞ്ഞു നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്. തൊലി കളഞ്ഞ് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. മോളെ ബർത്ത്ഡേ ആയിട്ടിൻ്റെ ഭാഗമായിട്ട് വെച്ച തൈയാണ്. ഇതിൽ പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് ഈ മഞ്ഞ നിറമായി കഴിഞ്ഞാൽ അത് പറിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കുറേ എണ്ണം പറിച്ച് ജ്യൂസാക്കി നോമ്പിന്. ഇനിയും ഇതിമേൽ കുറേ ഉണ്ട്. വളരെ ഉയരം കുറഞ്ഞ ഒരു തൈയാണ്. അപ്പോൾ ഇതൊക്കെ നിലത്ത് തട്ടുന്ന രൂപത്തിലാണ് കായ ഇതിനകത്തുള്ളത്. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് ഇരുമ്പും പുളി. ഇതിവിടെ വെറുതെ മുളച്ചുണ്ടായതാണ്. വഴിയിലൊരു തൈ ഉണ്ടായിരുന്നു. ആ തൈ അതിൽ നിന്ന് വീഴുന്ന പുളി അത് അടിച്ചു വാരി കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടായ തൈയാണിത്. വഴിയിൽ തൈയും വെട്ടിമുറിച്ച് ഒഴിവാക്കി വഴി വൃത്തികേടാവുന്നതുകൊണ്ട് ഇതിൽ ഇപ്പോൾ നന്നായിട്ട് പൂടുന്നു. എല്ലാ സീസണിലും പല സീസണിലായിട്ട് ഇങ്ങനെ കായ ഉണ്ടാവുന്നു. പക്ഷെ ആർക്കും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ പുളി ആരും ഇഷ്ടപ്പെടുന്നില്ല, പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ആർക്കും ഈ പുളി ഇഷ്ടമല്ല. ഈ കായൊക്കെ ഇങ്ങനെ വീണു പോവാറാണ് പതിവ്.
ഇവിടെ വീട്ടുമുറ്റത്ത് എൻ്റെ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ഒരു തൈ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. വീടിൻ്റെ മുറ്റം റെഡിയാക്കിയപ്പോൾ അത് ആദ്യമായിട്ട് കുലച്ച് അതോടുകൂടി തന്നെ അതിൻ്റെ ചെല്ലി ആക്രമണം കാരണം അത് നശിച്ചുപോയി. ഇപ്പോൾ അത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പുതിയൊരു തൈ വെച്ചതാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വേറെ ഒരു മരമുള്ളത്. ബഷീറിൻ്റെ കഥകളിൽ, ബഷീറിൻ്റെ ജീവചരിത്രത്തിലൊക്കെ പറയുന്ന വീട്ടിൻ്റെ മുറ്റത്തുള്ള മാങ്കോസ്റ്റിൻ മരം, അങ്ങനെയുള്ളൊരു മാങ്കോസ്റ്റിൻ മരമാണ്. മൂത്ത മോളുടെ ബർത്ത്ഡേ ട്രീ ആണ് ഇത്. ഇപ്പോൾ 4 വർഷം, 2020 വെച്ചതാണ്. 4 വർഷം കഴിഞ്ഞു. എല്ലാവരും പറയുന്നു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണ കായ്ക്കാറെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല. എങ്കിലും നല്ല വളർച്ച ഉണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു തണലിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് വെളിച്ചമുണ്ട്. ഏതായാലും ഈ വർഷം മുതൽ നന്നായിട്ട് വളം ചെയ്യണം എന്നുകൂടി ഉദ്ദേശിക്കുന്നു. തൊട്ടടുത്ത് തന്നെ മറ്റൊരു മരമുള്ളത് സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ ചതുരപ്പുളി എന്ന് പറയും. എൻ്റെ സുഹൃത്ത് ഷബീർ, IHRD പെരിന്തൽമണ്ണയിലെ പ്രിൻസിപ്പാൾ ഷബീർ തന്ന മരമാണ്. ചതുരപ്പുളി എന്നാണ് സാധാരണ നാട്ടിൻപുറത്ത് അറിയുന്നതെങ്കിലും സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് പലരും പറയുന്നത്. അതിൻ്റെ അപ്പുറമുള്ള ഈ വാഴ ഇപ്പോൾ കുലച്ച് നിൽക്കുന്നുണ്ട്. ചെങ്കദളിയാണ്. മോളെ ബർത്ത്ഡേ മരമായിട്ട് 2018-ലോ 19-ലോ ആയിട്ട് രണ്ട് മക്കളുടെയും ഒരേ ബർത്ത്ഡേ ഉള്ള രണ്ട് മക്കളുടെയും ബർത്ത്ഡേ മരമായിട്ട് മുറ്റത്തായിരുന്നു നട്ടിരുന്നത്. അവിടുന്ന് മാറ്റിയിട്ട് അതിൻ്റെ കന്ന് മാറ്റി വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് കന്നുകൾ ഇപ്പോൾ ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ മറ്റൊരാളും കൂടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതും കായ്ച്ചിട്ടുണ്ട്, കൊല വന്നിട്ടുണ്ട്. ഇത് പൂവനാണ്. നമ്മളെ സാധാ എന്താ പറയുക, നാടൻ ആയിട്ടുള്ള പൂവൻ. മൈസൂരല്ല, സാധാരണ പൂവൻ. അപ്പോൾ അത് നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട്. വെയിലുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം നല്ല ഉയരമുണ്ട്. ഇതാണ് ഈ ഏരിയയിലുള്ള ഫ്രൂട്ട്സിൻ്റെ അതേപോലെ മറ്റ് മരങ്ങളുടെയും വിവരണം. തൊട്ടടുത്ത് തന്നെ ഇത് കഴിഞ്ഞാൽ, അതായത് മാങ്കോസ്റ്റിൻ കഴിഞ്ഞാൽ അപ്പുറം ഒരു പേരക്ക തൈ വളർന്നു വരുന്നുണ്ട്. ചുവപ്പ് പേരക്ക തൈയാണ് ഞാൻ വെച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അത് വളർന്നു വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. ഈ പേരക്കത്തൈൻ്റെ അപ്പുറം ഇത് അനിയൻ്റെ സ്ഥലമാണ്. ആ മതിലിൻ്റെ തൊട്ടപ്പുറമുള്ളത്. അവിടെ ഞാൻ തന്നെ വാങ്ങി വെച്ച ഒരു ആപ്പിൾ ചാമ്പയാണ്. ഇപ്പോൾ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. വിരിയാനാവുന്നേ ഉള്ളൂ. മൊട്ടിട്ടിട്ടുണ്ട്. പൂവ് വിരിയാനാവുന്നേ ഉള്ളൂ. വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ ചുവന്ന ചാമ്പയാണ് ഉണ്ടാവാറ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 2020 തന്നെ ഞാൻ ആദ്യമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ ഒരു വിയറ്റ്നാം വേളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 ചക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ചക്ക എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായ ചക്ക ഇതേ സ്പോട്ടിൽ തന്നെ, അതായത് നിലത്താണ് ഉണ്ടായത്. അപ്പോൾ പായ വിരിച്ച് കടത്തിയേക്കാണ്. നിലത്തായതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും ചക്ക പൊട്ടുന്നില്ല. ഏതായാലും ഈ ചക്കം കൂടെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്യാൻ. മുകളിലേക്ക് നീണ്ടുപോയി കഴിഞ്ഞു. മുകളിലൂടെയും ചക്ക പൊട്ടുന്ന ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് പ്രൂൺ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. അതും കഴിഞ്ഞ് തൊട്ടപ്പുറമുള്ളതാണ് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയായിരുന്നു. വൈഫ് ഈ കുടുംബശ്രീ അംഗമായ സമയത്ത് കിട്ടിയ ഒരു ചെറിയ തൈ, വളരെ ചെറിയ തൈ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഒട്ടുമില്ലാത്തൊരു തൈയായിരുന്നു. ആ തൈ വെച്ച് അത് കുലച്ച് അത് വെട്ടിയതിന് ശേഷം ഉണ്ടായ കന്നുകളിൽ നിന്നുള്ളതാണിത്. കൊലക്കോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അവിടെ അങ്ങനെ തന്നെ വച്ചേക്കാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു മാങ്കോസ്റ്റിൻ മരം. ഇത് എൻ്റെ ബർത്ത്ഡേ മരമാണ് മാങ്കോസ്റ്റിൻ. അത് അത്ര ഇതായിട്ട് വരുന്നില്ല, ഉഷാറായിട്ട് വരുന്നില്ല. എന്തായാലും ഇത്തവണ അതിനും കുറേ തളിരില വന്നിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് തൊട്ടടുത്ത് തന്നെ ഒരു
പേരക്കമരമാണ്. പേരക്കമരത്തിൽ ഇത്തവണ നന്നായിട്ട് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാ നമ്മുടെ നാടൻ പേരക്കയാണ്. പക്ഷേ വലുതായി കഴിഞ്ഞാൽ, അതായത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല വലുപ്പം വരുന്നുണ്ട്. അപ്പോൾ സാധാരണ പേരക്കയേക്കാളും വലുപ്പം തോന്നുന്നുണ്ട്. നാടൻ പേരക്കയേക്കാളും വലുപ്പം ഉള്ളൊരു ഐറ്റമായിട്ടാണ് ഇത് കണ്ടത്. ഏതായാലും ഇഷ്ടംപോലെ കായ ഇത്തവണ ഇതിലുണ്ട്. അതിൻ്റെ ചോട്ടിൽ തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ കാലം ഇവിടെ ഞങ്ങൾ തീയിട്ടിരുന്നു. അതായത് വേസ്റ്റുകളൊക്കെ കത്തിച്ചിരുന്ന സ്ഥലമാണ്. വേസ്റ്റുകൾ പറഞ്ഞാൽ പേപ്പർ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിക്കാറില്ല. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഉള്ള വേസ്റ്റ് തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് കത്തിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തീയിൽ കൊരുത്ത മാവിൻ തൈ എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത്. ആ ഒരു തൈയാണ് ഇത്തവണ പൂക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണയും ഈ ഒരു ഹൈറ്റിലേ ഇത് ആയിട്ടുള്ളൂ. എന്നിരുന്നാലും ഇതുവരെ പൂത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഇതിൻ്റെ ഐറ്റം എന്ന് പറയാൻ ഇതുവരെ സാധ്യമായിട്ടില്ല. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ മരം, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു വിയറ്റ്നാം ഏളി തൈ തന്നെയാണ്. വിയറ്റ്നാം ഏളി തൈ ഇത് എൻ്റെ മോന് കുട്ടി കർഷകൻ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട്, പഞ്ചായത്തിൻ്റെ കുട്ടി കർഷക അവാർഡിൻ്റെ പ്രോത്സാഹന സമ്മാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ മരമാണ്. അതുകൊണ്ട് അവൻ നന്നായിട്ട് തന്നെ പരിചരിച്ച് വരുന്നു. തൊട്ടടുത്തുള്ളത് ഒരു ബട്ടർ ഫ്രൂട്ടാണ്, പീനട്ട് ബട്ടറിൻ്റെ. തവണ ഞാനത് ആകെ വെട്ടി ഒഴിവാക്കിയതാണ്. ഒന്ന് ഏതായാലും മുന്നിലുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക്. ഇവിടെ കാണുന്ന ഈ മരവും ഇത് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ടാണ്. ഒറ്റൊരു കായാണ് ഈ വർഷം ഉണ്ടായത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ കുട്ടികളുടെ ബർത്ത്ഡേ മരമായിട്ടാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത്. മിറാക്കിൾ ഫ്രൂട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരു ചെടി കാണുന്നത്, ഇത് നീർമാതളം. ഞങ്ങൾ ഇതിനെ ഉറുമാമ്പഴം എന്നും പറയും. അപ്പോൾ ഇത് ഈ നീർമാതളം 2019 ഞങ്ങളുടെ വിവാഹ വാർഷികവും അതേപോലെ വൈഫിൻ്റെ ജന്മദിനം കൂടി, അതായത് നവംബർ 14 ജന്മദിനം, നവംബർ 15 ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരുമിച്ച് 2019 രണ്ടിൻ്റെയും കൂടി ഒരുമിച്ച് ഒരു മരേ നട്ടിട്ടുള്ളൂ. അതാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഈ കാണുന്നത് അരിനെല്ലിയാണ്. അരിനെല്ലി വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അരിനെല്ലി 2023 വൈഫിൻ്റെ ജന്മദിനത്തിന് നട്ട മരമാണ്. അത് നല്ല നീണ്ടുപോയിരുന്നു. ഇപ്പോൾ വെട്ടി വീണ്ടും ഒതുക്കിയതാണ്. 2023 ജന്മദിനം. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്ന റംബൂട്ടാൻ. ഇത് 2021 വൈഫിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നട്ട മരമാണ്. നന്നായിട്ട് വലുതായി. 2021 നട്ടിട്ട് 2022 തന്നെ അതിമുതൽ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈയാണ്. അരിനെല്ലി എൻ്റെ കോളേജിലെ സാറ നഴ്സറിയിൽ നിന്ന് വാങ്ങിയാണ്. ഈ നീർമാതളം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇവിടെ ഒരു ബട്ടർ ഫ്രൂട്ട് കാണാം. ബട്ടർ ഫ്രൂട്ട് ഇത് 2024 ജന്മദിനം, വൈഫിൻ്റെ തന്നെ 2024 ജന്മദിനത്തിൻ്റെ മരമാണ്. അത് വാങ്ങിയ ബട്ടർ ഫ്രൂട്ടിൻ്റെ കുരു മുളപ്പിച്ചെടുത്താണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വലിയൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഏതോ ഒരു പക്ഷി ഇവിടെ നിക്ഷേപിച്ച് പോയ കശുവണ്ടിയിൽ നിന്നുണ്ടായ ഒരു ചെറിയ തൈയായിരുന്നു. കോവിഡ് കാലത്ത് ഞാൻ അതിനെ പരിചരിച്ച് ഇക്കഴിഞ്ഞ വർഷം ഒരുപാട് അണ്ടി അതിമുണ്ടായി, കശുമാങ്ങ ഉണ്ടായി. ഒരുപാട് പേര് അത് കശുമാങ്ങ കാണാനും ഒക്കെ ഇവിടെ വന്നിരുന്നു. ടൗൺ ഏരിയയിലായതുകൊണ്ട് കശുമാങ്ങ കാണാൻ ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് കാണാൻ വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് മഴയത്ത് വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞതിനാൽ ഞാനതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടി ചെറുത് ഇനി അതൊന്ന് ബഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇനി അതും കഴിഞ്ഞിട്ട് തൊട്ടടുത്തതാണ് ഈ മാവുകൾ. ഇത് നീലിഷ എന്ന ഇനത്തിൽപ്പെട്ട മാവുകളാണ്. ഇതെൻ്റെ
10ാം ക്ലാസ് കൂട്ടായ്മയുടെ എന്തെങ്കിലും ഓർമ്മയ്ക്ക് കിട്ടിയിരുന്ന മരങ്ങളാണ്. ഒക്കെ ഇതിലാണ് ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. കാരണം 10 വർഷത്തോളമാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത്, ലൈഫ് പറയുന്നത്. എങ്ങോട്ടും എപ്പോഴും ഏത് സമയത്തും വേണമെങ്കിൽ മാറ്റാം എന്നുള്ള നിലയ്ക്ക് ഡ്രമ്മിൽ വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഏറ്റവും പുതിയതായിട്ട് വെച്ച തൈയാണിത്. ഇത് മംഗള കൊള്ള ഇനത്തിൽപ്പെട്ട ഒരു കമുകാണ്. അത് ഇപ്പോൾ മോൻ്റെ 2025 ബർത്ത്ഡേയോടനുബന്ധിച്ച് ഏറ്റവും ചെറിയ മോൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അവൻ വെച്ച ഒരു തൈയാണ്. ഇനി ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തൈകൾ വെക്കാനിരിക്കുന്നുണ്ട്. ഒരു മംഗള കൊള്ളൻ തന്നെ, മറ്റൊന്ന് അമ്പഴം, മധുര അമ്പഴം, അത് കഴിഞ്ഞിട്ട് ഒരു അബിയുവിൻ്റെ തൈയും. ഇതൊക്കെ ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില ബർത്ത്ഡേകളും, അതായത് അബിയു എന്ന് പറഞ്ഞാൽ അബിയ എന്നൊരു മോളുണ്ട്, അവളുടെ 15ാം ബർത്ത്ഡേ അത് ഈ മാർച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മരമായിട്ട് വെക്കാറുണ്ട്. മറ്റത് ഈ അമ്പഴങ്ങ ഞങ്ങളുടെ ഈ വർഷത്തെ 2025 വാർഷികത്തോടനുബന്ധിച്ച് വെക്കാനുള്ളതാണ്. ഈ കമുകും അതേപോലെ തന്നെ ബർത്ത്ഡേക്ക് വെക്കാനുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഉള്ളത് ഒരു ഇതിനെന്താ സാധാരണ ബാക്കിയുള്ളവർ പറയാറില്ല, ഞങ്ങൾ ചക്കപ്പഴം എന്നാണ് പറയാറ്. സീതപ്പഴത്തിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി, സീതപ്പഴത്തേക്കാളും കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും. അത് ഈനാമ്പഴം എന്ന് ചിലർ പറയാറുണ്ട്. എന്തായാലും മറ്റെന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല. ചക്കപ്പഴം എന്നാണ് ഞങ്ങൾ സാധാരണ വിളിക്കാറ്. ആ മരമാണ് ഇവിടെ. അതും വെറുതെ വളർന്നു വരുന്നതാണ്. അതായത് ഏതോ പക്ഷി കൊണ്ടുപോയിട്ടത് തന്നെയാണ്. പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് പക്ഷികൾ തരുന്ന ചില സമ്മാനങ്ങളാണ് എന്ന് പറയാം. വീടിൻ്റെ പിൻഭാഗമാണത്. പിൻഭാഗത്ത് വീടിൻ്റെ തൊട്ടുചാരി തന്നെ പിന്നെ മതിലാണുള്ളത്. ആ ഭാഗത്ത് നിറയെ പപ്പായാണ് വെച്ചിരിക്കുന്നത്. ഇത് പ്രത്യേക ഇനത്തിൽപ്പെട്ട പപ്പായ ഒന്നുമല്ല, സാധാ പപ്പായയുടെ കുരുമുളപ്പിച്ച് ഉണ്ടാക്കിയ പപ്പായാണ്. അത് പ്രത്യേകിച്ച് ബർത്ത്ഡേ ആയിട്ടും അല്ല വെച്ചിരിക്കുന്നത്. കുറേ പപ്പായ തിന്നണം എന്ന ആഗ്രഹത്തിൽ അങ്ങനെ വെച്ചതാണ്. പപ്പായൻ്റെ താഴെ തന്നെ ഇതും വെച്ചിട്ടുണ്ട്, അതായത് പൈനാപ്പിൾ. കൈതച്ചക്ക ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ വെച്ചതാണ്. ഈ മകൻ്റെ തന്നെ ബർത്ത്ഡേയുടെ അനുബന്ധിച്ച് വെച്ചതാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പാകമാവണം എന്നുള്ള നിലക്കാണ് ഇത് വച്ചിരിക്കുന്നത്. റംബുട്ടാൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വലിയ ഇലയുള്ള ഈ കാണുന്നത്, ഇത് മലേഷ്യൻ മൾബറിയാണ്. ഒരു സുഹൃത്ത് തന്ന കമ്പെന്ന് ഉണ്ടാക്കിയതാണ്. വലിയ മൾബറി, അതായത് സാധാരണ നമ്മൾ കാണുന്ന ചെറിയ മൾബറിയാണ്. ഇത് ഒരു കുരുമുളകിൻ്റെ ഒരു കൊലയുടെ അത്രയും വലിപ്പമുള്ള മൾബറി ഉണ്ടാകുന്ന തരം ചെടിയാണ്. അപ്പോൾ അത് കുഴിച്ചിട്ടത് 2 വർഷം മുമ്പാണ്. ഇപ്പോൾ നല്ല വലുപ്പമായി. ഈ വർഷം മുതൽ അതും കായുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടത് ഈ വീട്ടിൻ്റെ പരിസരത്ത് വിവിധ തരം ഫലവൃക്ഷ തൈകളാണ്. അത് ഏത് സമയത്താണ് എപ്പോഴാണ് നട്ടതെന്നൊക്കെ ഞാനത് പറയേണ്ടായി. ഇപ്പോൾ ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സീരീസിലെ ഏറ്റവും മുഴുത്ത ഭ്രാന്ത് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ചെടി. ഇത് പലർക്കും പരിചയം ഉണ്ടാവില്ല. ഇത് ആപ്പിളാണ്, കാശ്മീരി ആപ്പിളിൻ്റെ തൈയാണിത്. 2023 എൻ്റെ 2ാം കാശ്മീർ സന്ദർശന വേളയിൽ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റായ കാശ്മീരിയുടെ വീട്ടിൽ നിന്ന് അവൻ ബഡ് ചെയ്ത തൈ കൊണ്ടുവച്ചതാണ്. ഞങ്ങളുടെ 25ാം വിവാഹ വാർഷിക ദിനത്തിൽ മക്കൾ നട്ട തൈയാണിത്. വീടിൻ്റെ നേരെ മുറ്റത്ത് തന്നെയാണ്. ഏതായാലും ഇതിൽ കായുണ്ടാവോ ഇല്ലേ എന്നുള്ളത് അല്ല ഇവിടെ പ്രസക്തി. നട്ടു വളർത്തുക, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആസ്വദിക്കുക. അപ്പോൾ ഈ സന്ദേശം നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തൈകൾ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ
എത്ര ചെറിയ സ്ഥലത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് ഈ ഫലങ്ങൾ നമുക്ക് പല സമയത്തായിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നുള്ള സന്ദേശം എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേയിലോ അല്ലെങ്കിൽ അടുത്ത വിവാഹ വാർഷിക ദിനത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ പ്രത്യേക സ്പെഷ്യൽ ദിനങ്ങളിൽ ഇങ്ങനെ വൃക്ഷത്തൈകൾ നട്ടു വളർത്തിക്കൊണ്ട് ഭൂമിക്ക് ഒരു തണലായിട്ട് മാറാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.